അവനെങ്കിലും ഒന്ന് ബഹുമാനിച്ചൂടെ? അതിന് ഞാനെന്ത് ധിക്കാരം കാണിച്ചു? ഈ കാണിക്കുന്ന ധിക്കാരല്ലേ? ധിക്കാരമോ? ഇതെന്റെ വൈഫല്ലേ, എനിക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്തും? എന്തും എന്നുവെച്ചാൽ? എന്ന് വെച്ചാൽ തോറ്റല്ലോ. തോറ്റു. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് മാറി നിൽക്കൂ. ഓ ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വരണേ. സുരേഷ് ചേട്ടനെ ശ്യാമളയും ക്ഷണിച്ചിട്ടുള്ള കാര്യം മറക്കരുത്. അത് ഞാനേറ്റു, പക്ഷേ സദ്യ ഉഗ്രനായിരിക്കണം. ഡോക്ടർ, ഓപ്പറേഷന് എല്ലാം റെഡി. ഗോപകുമാർ, ഐ എം നോട്ട് കീപ്പിംഗ് വെൽ ടുഡേ. യു പ്ലീസ് ക്യാരി ഓൺ. ഓക്കെ ഡോക്ടർ. പതന, ഒരു ചായ കൊണ്ടുവരൂ. ഡോക്ടർ അടുത്തേക്ക് പോകാൻ തയ്യാറായോ? നമ്മൾ ലേഡി ഡോക്ടറെ കാണാൻ പോകുന്നില്ല. ഞാൻ പിന്നെയും ആലോചിച്ചു. ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. ഇത് നശിപ്പിക്കുന്നില്ലെന്ന്. ഞാൻ എന്തിനു നിനക്കൊരു ശത്രുവാകുന്നു? ഞാൻ കൂടെ വരാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതിനെന്താ, പോകാം. പക്ഷേ യാത്ര ജയന്റെ വീട്ടിലേക്കാണ്. അവർ നമ്മളെ കാത്തിരിക്കുകയാവും. പോയി മുഖം വൃത്തിയാക്കി ഡ്രസ് മാറ്റിയിട്ട് വരും. അല്ലേ? വേണമെങ്കിൽ അവൾക്ക് എന്നെ വഞ്ചിക്കാമായിരുന്നു. ഞാൻ ഈ ജീവിതത്തിൽ വളരെ സംതൃപ്തിയാണ് ശ്യാമളെ. ജയേട്ടൻ വളരെ നല്ലവനാണ്. ജയേട്ടൻ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യം കൊണ്ട് മാത്രം. സുഷമയുടെ സംതൃപ്തി എനിക്കുണ്ട്. അദ്ദേഹം എത്ര നല്ലവനാണെന്നോ. എന്റെ അവസ്ഥ ആലോചിച്ചാൽ ഒരിക്കലും ഇത്രയും നല്ലൊരു പുരുഷനെ എന്റെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ പറ്റില്ല. നീ അങ്ങനെ അങ്ങ് താഴണ്ട. സുരേഷ് ഏട്ടന് തികച്ചും അനുയോജ്യയാണ് നീ. ഞാൻ ഭാഗ്യവതി തന്നെയാ സുഷമേ. എന്ത് കാര്യത്തിനും ഇവിടെ സമരം തന്നെ. ഇന്നലെ കറണ്ടില്ലായിരുന്നുകൊണ്ട് അത്യാവശ്യമായി നടത്തേണ്ടിയിരുന്ന ഒരു ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ടി വന്നു. ആ രോഗിയുടെ നില പരിങ്ങലിലാണ്. എന്ത് സമരമായാലും ജോലി ഞങ്ങൾക്ക് തന്നെയാ. പോലീസായി പോയില്ലയോ? ഇപ്പൊ പുതിയൊരു ജോലിയും കൂടെ ഉണ്ട്. ഇലക്ട്രിക് പോസ്റ്റിന് കാവല് നിപ്പ്. ഹലോ, ഞാൻ ഉടനെ വരാം. സുഷമേ, എനിക്ക് ഉടനെ സ്റ്റേഷൻ വരെ പോകണം. കണ്ടില്ലേ, ഈ ഒരു ദോഷം മാത്രമേ ഉള്ളൂ. പോലീസ് ആയാലും ഡോക്ടർ ആയാലും നേരം കാലം അറിയില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് പോകാനൊരുങ്ങോ? ഇനി നാളെ പോയപ്പോരെ ചേട്ടാ? പോരാ, ഇത് കാര്യം അല്പം ഗുരുതരമാ. കൊലപാതകം. കൊലപാതകമോ? അതെ, ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായുള്ളൂ. അവർക്ക് 3 മാസം ഗർഭം. നമുക്ക് ജോലിയാണ്. ഞാൻ ഒന്ന് ചെയ്തിട്ട് അങ്ങനെ ശ്യാമള ചേച്ചി ബോധം കെട്ടി വിടും. എന്ത് വെച്ചു മോളെ? കണ്ടു നോക്കും മോളെ.
ചേച്ചി ആ സോഫയിലോട്ട് എടുത്ത് കിടത്താം. താഴെ കിടന്ന തണുപ്പടിക്കാം. ഹലോ, സുരേഷ് ആണോ? അല്ല, അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ആരാ സംസാരിക്കുന്നത്? ഡോക്ടർ ഗോപകുമാറോ? ഇത് സുരേഷിന്റെ ഫാദറാണ്. ഉടനെ അറിയാമെന്ന് വിളിക്കണം. എന്താ കാര്യം? ഓഹോ, എങ്കിൽ ഞാൻ വരാം. ഭയപ്പെടാനൊന്നുമില്ല, നന്നായി വിശ്രമിക്കൂ. ശരീരം ഇളക്കുന്ന ജോലികളൊന്നും ചെയ്യരുത്. ഡോക്ടർ എന്താ കാര്യം? കുഴപ്പമൊന്നുമില്ല. തലച്ചുറ്റി വീണുകൊണ്ടാണ് എനിക്ക് പേടി. ഗർഭാരംഭ കാലത്ത് തലച്ചുറ്റുണ്ടാകുന്ന സ്വാഭാവികമാണ്. ഗർഭിണിയാണെന്നോ? അതെ, അങ്ങ് അപ്പനാകാൻ പോകും. എന്റെ അഭിനന്ദനം. വരട്ടെ. നിങ്ങളുടെ കാര്യം ചെയ്യാൻ പാടില്ല. ശരീരം ഇളകാതെ സൂക്ഷിക്കണം. ഭാരമുള്ള സാധനങ്ങളൊന്നും പൊക്കിയെടുക്കരുത്. എടാ മാമനാ, ഇനി എല്ലാ ജോലികളും ചെയ്തിട്ട് ചെയ്തോണം. ശ്യാമ എന്തെങ്കിലും ചെയ്യാൻ ഭാവിച്ചാൽ നീ സമ്മതിക്കും. ഡോക്ടർ പറഞ്ഞ കേട്ടോ? ഗർഭാരംഭ കാലത്ത് വിശ്രമമാണ് ആവശ്യം. സുരേഷ്, നീ അറിഞ്ഞോ? എന്തോന്ന്? ആ ഡോക്ടറിനോടൊന്നും പറഞ്ഞില്ലേ? അത് തലചുറ്റിലായിരുന്നോ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തെന്നൊക്കെ പറഞ്ഞു. അപ്പഴേ പറഞ്ഞോളൂ. അതെ. ശ്യാമതിനോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എടാ, ഞാൻ അപ്പനാകാൻ പോകുന്നു. അതാ അവർക്ക് തലച്ചുറ്റിൽ വന്നത്. എന്താണ് അവന്റെ മുഖം പാടിയത്? അല്ലച്ചാ, അവള് എന്നോടൊന്നും പറഞ്ഞില്ലേ? അതെ, നാണം കൊണ്ടാ. ഇപ്പോഴത്തെ പെമ്പിളെല്ലാം അങ്ങനെ. കാര്യമൊന്നുമില്ലെങ്കിലും വലിയ നാളമാ. നീ മുകളിലോട്ടല്ലേ? ഇവിടെ വലിയ ബഹളമായിരുന്നെന്ന് കേട്ടു. ഞാനൊന്നും അറിഞ്ഞതല്ല. അച്ഛനാണ് ബഹളം ഉണ്ടാക്കിയത്. ഇപ്പോ അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. സുരേഷ്! അയ്യോ അച്ഛൻ, നീ എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത്? വേഗമായിട്ട് കിടന്നോളൂ. വേഗം റെസ്റ്റ് എടുത്തോളൂ. മോള് കിടന്നോ? നീ മോളെ ചെക്കപ്പ് ചെയ്തോ? ഇല്ല ചാ. എന്താ കുഴപ്പമൊന്നുമില്ല. പോരാ, വേറെ ഡോക്ടർ പരിശോധിക്കുന്ന എനിക്ക് തൃപ്തിയല്ല. നീ തന്നെ പരിശോധിക്കണം. അവർക്ക് നല്ല ക്ഷീണമുണ്ട്. നീ അവളെ നല്ലോണം ശ്രദ്ധിക്കണം. അത് ടോണിക്കൊല്ലും മാറ്റി കൊടുക്കണം. അല്ലെ ആശുപത്രി ചികിത്സിക്കുന്നൊന്നുമല്ല. അവൾ നിന്റെ ഭാര്യയാണ്. അവളുടെ വയറ്റിൽ കിടക്കുന്ന നിന്റെ കുട്ടിയാണ്. അങ്ങനെ ആവശ്യമില്ലാതെ കരയുന്നതിന് അച്ഛൻ ചികിത്സിക്കാൻ നിർബന്ധിച്ചതിനാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ അതെന്റെ ജോലിയാണ്. അങ്ങെപ്പോലെ അഭിനയിക്കാൻ എനിക്ക് വയ്യ. നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. എനിക്ക് കുഞ്ഞിനെ വേണ്ട. ശ്യാമളേ, ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും ഈ സമയത്തുണ്ടാകരുത്. എനിക്ക് നിന്നോട് യാതൊരു വെറുപ്പുമില്ല. നീ എന്റെ ഭാര്യയല്ലെന്ന് ഞാൻ പറയുകയുമില്ല.